ഇത് കള്ളാർ പഞ്ചായത്തിലെ അടോട്ട് കയയിലെ മധുപ്രസാദിൻ്റെ വീടാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമാണ് ഇതിൻ്റെ അവസ്ഥ. ചോർന്നൊലിക്കുകയാണ്, പല ഭാഗങ്ങളും തകർന്നു വീണ് കിടക്കുന്നു. മധുപ്രസാദും അമ്മ ലക്ഷ്മിയും മാത്രമാണ് ഇവിടെ താമസം. അച്ഛൻ കുഞ്ഞിക്കണ്ണൻ തളർവാദം ബാധിച്ച് കിടപ്പിലാണ്. മകളുടെ വീട്ടിലാണ് താമസം. AC മെക്കാനിക്കായിരുന്നു മധുപ്രസാദ്. 3 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ കൈക്ക് പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കിടയിൽ പലതവണ ഓപ്പറേഷൻ വേണ്ടി വന്നു. ഇപ്പോഴും പരിക്കേറ്റ കൈക്ക് സ്വാധീനം കുറവാണ്. അതിനാൽ തന്നെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് മധുപ്രസാദ് പറയുന്നു. പല കമ്പനികളിലും ജോലിക്കായി പോയി, പക്ഷേ കൈ സ്വാധീനക്കുറവുള്ളതിനാൽ പറഞ്ഞു വിടുകയായിരുന്നു അത്രേ. അമ്മ ലക്ഷ്മി തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. വയസ്സായി. വയ്യാത്ത കാലത്തും കഷ്ടപ്പെടുന്നത് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇവർ ഈ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളെ ഒന്ന് മാധ്യമങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ആ ബാത്റൂമിൻ്റെ അവസ്ഥ, ആ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ അയൽവാസികൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവൻ്റെ ആരോഗ്യമായി അപകടമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 6 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അതിൽ ഏകദേശം നാട്ടുകാർ പരമാവധി അവരെ സഹായിച്ചു കഴിഞ്ഞു. സന്നദ്ധ സംഘടനകൾ എല്ലാവരും തന്നെ അവനെ സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇനി നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും സഹായിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി നാട്ടുകാർക്കും ഇല്ല. എല്ലാവരും ഇതുപോലെ തന്നെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ്. ഈ മഴക്കാലം ഇവരിവിടെ എങ്ങനെ താമസിക്കുന്നുള്ളതാണ് നമ്മളൊരു ആദ്യമുള്ളത്. 12 വർഷങ്ങൾക്ക് മുൻപ് EMS ഭവന പദ്ധതിയിൽ പഞ്ചായത്തിൽ നിന്നും വീട് അനുവദിച്ചതാണ്. പക്ഷേ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ വീണ്ടും ബാക്കി തുക അനുവദിച്ചുവെങ്കിലും വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് മധുപ്രസാദ് പറയുന്നു. ജീവിത പ്രാരാബ്ദങ്ങളുടെ ഒപ്പം ചികിത്സാ ചെലവുകളും വഹിക്കേണ്ടി വരുമ്പോൾ കിട്ടുന്ന തുക പല വഴിക്ക് പോകുന്നു. പഞ്ചായത്തിൽ നിന്നും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞുവെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. അടുത്ത അവസരത്തിൽ വീണ്ടും അപേക്ഷിച്ചാൽ മാത്രമേ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനാകൂ. പക്ഷേ ഇതും ജീവിതമാണ്, ഇവർക്കും ജീവിച്ചേ മതിയാകൂ. ഈ വാർത്ത കാണുന്ന ഇവരെ സഹായിക്കാൻ കഴിയുന്ന അധികാരികൾ കനിയണം. സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ സഹായിക്കണം. മഴയും വെയിലുമേൽക്കാത്ത അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട്, അത്രമാത്രം മതി. ശോഭൻ ചന്ദ്രൻ, മീഡിയ 14, കള്ളാർ.